ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. എല്ലാ മനുഷ്യരും മോക്ഷം തേടിയുള്ള ആ ഒരു യാത്രയിലാണ്. നമ്മൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആശ്രയിച്ചാൽ ഭഗവാൻ മോക്ഷത്തിലേക്കുള്ള ആ നല്ല വഴി നമുക്ക് കാട്ടിത്തരും. ഭഗവാൻ എന്ന് പറയുന്നത് വേദങ്ങൾക്ക് പോലും പിടികിട്ടാത്തവനും ഗോപസ്ത്രീകളുടെ എല്ലാ ഇഷ്ടത്തിനും വഴങ്ങുന്നവനും പുതുവെണ്ണ മോഷണം ശീലമാക്കിയിട്ടുള്ളവനുമാണ് നമ്മുടെ ഭഗവാൻ, അല്ലേ? ആനക്കൊട്ടിലിൽ ചെന്നാൽ അവിടെ ആനകളെ കാണാം, അത് ഉറപ്പായ ഒരു കാര്യമാണ്. അതുപോലെ വ്രജത്തിലെ 3 സ്ഥലത്ത് ഭഗവാൻ ഉറപ്പായും ഉണ്ടാകും. ഒന്ന് യശോദാമ്മയുടെ ഗൃഹത്തിലെ ആ ഉരലിൻ്റെ പുറത്ത്, അവിടെ ഉണ്ടാകും ആള്. രണ്ടാമത് യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ. മൂന്നാമത് ഏതെങ്കിലും ഒരു ഗോപസ്ത്രീയുടെ ഭവനത്തിൽ. ഇതെല്ലാം നമ്മുടെ വില്വമംഗല സ്വാമിയാരുടെ വാക്കുകളാണ് കേട്ടോ. മാർക്കണ്ഡേയ മഹർഷിക്ക് ഭഗവാന്റെ മായയെ ഒന്ന് അനുഭവിക്കണം എന്നൊരാഗ്രഹം ഭഗവാനെ അറിയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഭഗവാന്റെ മായയിൽപ്പെട്ട് മാർക്കണ്ഡേയ മഹർഷി വട്ടം കറങ്ങി. ഒടുവിൽ ആ പ്രളയജലത്തിൽ ഭഗവാൻ ആലിലക്കണ്ണനായി മാർക്കണ്ഡേയ മഹർഷിക്ക് ദർശനം കൊടുക്കുകയാണ്. കരാരവിന്ദേ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി, അല്ലേ? എല്ലാവരും ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് സ്മരിച്ചോളും. ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.